വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമുക്ക് പ്രഗ്നൻസി ആണോ പീരിയഡ്സ് ആണോ എന്ന് മനസ്സിലാക്കി തരാനായിട്ട് സാധിക്കുന്ന 3 ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ പീരിയഡ്സിൻ്റെയും അതുപോലെ പ്രഗ്നൻസിയുടെ സിംറ്റംസ് ഏകദേശം പലതും തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ്. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഓൾറെഡി ഉണ്ടാകുന്ന ആളുകൾക്കും പ്രൊജസ്ട്രോണിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന ആളുകൾക്കും PCOD പോലുള്ള ബുദ്ധിമുട്ടുകൾ, ഹോർമോണൽ ഇംബാലൻസസ് ഉള്ള ആളുകൾക്കും പ്രഗ്നൻസിയുടേത് പോലുള്ള ലക്ഷണങ്ങൾ തന്നെയായിരിക്കും പീരിയഡ്സ് ആകുന്നതിന് മുൻപും ഉണ്ടാകുന്നത്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മാറ്റി വെക്കാൻ പറ്റുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അതായത് ഇത് പ്രഗ്നൻസിക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് സിംറ്റംസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസത്തിന് ശേഷം രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പല സ്ത്രീകൾക്കും വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്. അതായത് ഇത് പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങൾ മാത്രമേ പ്രഗ്നൻസി ആകുന്ന പലർക്കും ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ, ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് സോക്കോൾഡ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾ ബോഡി നന്നായിട്ട് കെയർ ചെയ്യണം. ഡേറ്റ് മിസ്സായി 5 ദിവസത്തിന് ശേഷം രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് യൂറിനിൽ ധാരാളം ക്ലൗഡ്സ് ഫോം ചെയ്യുന്നതാണ്. പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ പലർക്കും പലതരത്തിലുള്ള ചേഞ്ചസ് യൂറിനിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ചിലർക്ക് യെല്ലോ കളർ ഉണ്ടാകും, അതുപോലെ തന്നെ ചിലർക്ക് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ ഉണ്ടാകും, ചിലർക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ചിലരിൽ ഉണ്ടാകുന്ന ഒരു യൂറിനിൽ വരുന്ന മാറ്റമാണ് യൂറിൻ ഇങ്ങനെ കലങ്ങി പോകുന്നത്, അല്ലെങ്കിൽ ഒരു ക്ലൗഡ് പോലെയായിട്ട് യൂറിൻ പോകുന്നത്. ഇങ്ങനെ പോകാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രഗ്നൻസി ഹോർമോണാണ്. പ്രഗ്നൻസിയിലുണ്ടാവുന്ന HCG ഹോർമോണാണ് പലരിലും തന്നെ യൂറിൻ ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് പോകാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രഗ്നൻസി ഹോർമോൺ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. ഈ പ്രഗ്നൻസി ഹോർമോണാണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിലും അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഇതേ പ്രഗ്നൻസി ഹോർമോൺ തന്നെയാണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് യൂറിനിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നതും. അതുപോലെ തന്നെ യൂറിൻ ഇങ്ങനെ ഒരു കലങ്ങി മറിഞ്ഞു പോകാനായിട്ട്, അതായത് തെളിഞ്ഞു പോയിക്കൊണ്ടിരുന്ന യൂറിൻ, നമുക്കറിയാം നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആ യൂറിനിൽ കളർ ഉണ്ടെങ്കിൽ തന്നെ അത് തെളിഞ്ഞായിരിക്കും പോകുന്നത്. പക്ഷേ ഇങ്ങനെ പ്രഗ്നൻസിയുടെ സിറ്റുവേഷനൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ആ യൂറിൻ്റെ കളറിൽ വ്യത്യാസം ഉണ്ടാകും. അതിങ്ങനെ കലങ്ങി പോകുന്നതായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണം വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പ്രഗ്നൻസി കാരണവും ആകാം. മറ്റുള്ള റീസൺ എന്ന് പറയുന്നത് യൂറിനറി ഇൻഫെക്ഷൻ. നമ്മൾ പ്രഗ്നൻ്റ് അല്ലാതെയും നിങ്ങൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നുണ്ട് എങ്കിൽ, പ്രഗ്നൻസി അല്ലാതെ ഒരുപാട് പേർക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ടല്ലോ, അങ്ങനെ നിങ്ങൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ ആ യൂറിനറി ഇൻഫെക്ഷനും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കലങ്ങി മറിഞ്ഞ്, അതായത് യൂറിൻ ഒന്ന് പുക പോലെ കാണുന്നതിന്, വ്യക്തമായിട്ട് തെളിഞ്ഞ് കാണാതെ ഒന്ന് കലങ്ങി പോകുന്നതിന് അത് കാരണമാകുന്നു യൂറിനറി ഇൻഫെക്ഷൻ. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പുകച്ചിലുണ്ടാകും, അതുപോലെ ബർണിങ് സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യും, അതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് യൂറിനേറ്റ് ചെയ്യാനായിട്ട് തോന്നും. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമുക്ക് യൂറിനിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും സാധിക്കും കേട്ടോ. അടുത്തത് പറയുന്നത് ഒരു ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത് അങ്ങനെ പോകാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വജൈനൽ ഡിസ്ചാർജ് ആണ്. നമുക്ക് എക്സസ് ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ, ഇൻഫെക്ഷൻ ആയിട്ടാണെങ്കിലും അല്ലാതെയും ഒക്കെ നിങ്ങൾക്ക് വജൈനലിലെ ഡിസ്ചാർജ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഡിസ്ചാർജ് മൂലം നമുക്ക് യൂറിൻ പോകുമ്പോഴേക്കും അത് കലങ്ങി പോകുന്നതിന് കാരണമാകുന്നുണ്ട്. നമുക്ക് യൂറിനേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഈ വജൈനൽ ഡിസ്ചാർജ് നമ്മളുള്ളതല്ല ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്കിപ്പോൾ എക്സസ് ആയിട്ടുള്ളൊരു വജൈനൽ ഡിസ്ചാർജ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള എക്സസ് ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് മൂലവും നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട്, യൂറിൻ ഇങ്ങനെ കലങ്ങി പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അടുത്തതെന്ന് പറയുന്നത് ഡീഹൈഡ്രേഷനാണ്. നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്നില്ല എങ്കിൽ, ഒന്നാമത് ഇപ്പോൾ ചൂടായിട്ടുള്ള സമയം ആയതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ആക്ടിവിറ്റീസ് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹൈഡ്രേറ്റഡ് ആക്കി നമ്മളെ വെക്കാനായിട്ടുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ ഇല്ലാതെ വരും. അങ്ങനെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ കഴിയുന്നത് നമ്മുടെ യൂറിനേഷനിലുണ്ടാകുന്ന നമ്പറിലെ വ്യത്യാസം അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡീഹൈഡ്രേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഈ ഡീഹൈഡ്രേഷൻ്റെ ഫലമായിട്ട് നമുക്ക് യൂറിൻ ഇങ്ങനെ ക്ലൗഡി ആയിട്ട് പോകുന്നതിന് അത് കാരണമാകുന്നു. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളുടെ പ്രഗ്നൻസി പോസിറ്റീവായിട്ടുള്ള സ്ത്രീകൾ എന്തെങ്കിലും പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ പ്രൊജസ്ട്രോൺ മെഡിസിൻ ഇൻസേർട്ട് ചെയ്യുന്ന സ്ത്രീകളിലും ഇത്തരത്തിൽ കാണാറുണ്ട് കേട്ടോ. നമുക്ക് യൂറിൻ ഇത്തിരി ക്ലൗഡായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്.
അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ കൊണ്ടിട്ടാണ് പ്രധാനമായിട്ടും നമുക്ക് യൂറിൻ ഇങ്ങനെ ക്ലൗഡി ആയിട്ട് പോകാനായിട്ട് കാരണം. അതുപോലെ തന്നെ ചില കേസുകൾ വരുന്നത് പ്രഗ്നൻ്റ് ആയിട്ട് നമുക്കിപ്പോൾ ശരീരത്തിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുന്നത്. ഇപ്പോൾ പ്രോട്ടീൻ്റെ അളവൊക്കെ അങ്ങനെ ക്രമാതീതമായിട്ടൊക്കെ നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രിക്ലാംസിയ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പ്രിക്ലാംസിയ അതുപോലെ തന്നെ ബാക്കിയുള്ള ഡയബറ്റീസ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാകും ഈ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലായിട്ട് ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇപ്പോൾ വിറ്റമിൻസ് എല്ലാം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് വിറ്റമിൻസ് കഴിക്കുന്നുണ്ടല്ലോ, അയൺ, കാൽസ്യം, ഫോളിക് ആസിഡ്, ഈ മെഡിസിനൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ഒരു ദിവസം 1 എന്നുള്ള കണക്കിലാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കുമൊക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ കാണാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാം. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നുണ്ട്, മറ്റു ലക്ഷണങ്ങളൊക്കെ വരുന്നുണ്ട്, പീരീഡ് മിസ്സാകുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ പീരീഡ് മിസ്സായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ടെങ്കിലാണ് കേട്ടോ. സാധാരണയായിട്ട് നമുക്ക് പീരിയഡ്സ് ഉണ്ടാകുന്ന സമയത്ത് പീരിയഡ്സിന്റെ ഫ്ലോ തുടങ്ങുന്നത് ആദ്യം കുറച്ചുണ്ടാകും, പിന്നെ അത് ഗ്രാജുവലി കൂടും. ചിലപ്പോൾ ചില കേസുകളിൽ ആ ഒരു ബ്ലീഡിങ് കുറച്ചായിട്ട് നിൽക്കാറുമുണ്ട്. ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഉള്ളവർക്കും, PCOD ഉള്ളവർക്കും, തൈറോയ്ഡ് ഉള്ളവർക്ക്, ഒബിസിറ്റി ഉള്ളവർക്ക്, പ്രൊലാക്റ്റിന്റെ വ്യത്യാസമുള്ളവർക്കൊക്കെ ഇങ്ങനെ ബ്ലീഡിങ് ഇടയ്ക്ക് വെച്ച് നിൽക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ പീരിയഡ്സ് ആണ് അവർക്ക് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ക്ലോട്ട്സ് വഴിയാണ്. ക്ലോട്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. നമുക്ക് പീരിയഡ്സിന്റെ ബ്ലഡ് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന കുഞ്ഞു രക്തക്കട്ട. ഈ കുഞ്ഞു രക്തക്കട്ടകൾ പീരിയഡ്സിന്റെ 1ാമത്തെ 2ാമത്തെ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ടാകും. നമ്മളിപ്പോൾ ആ പാഡ് മാറ്റുന്ന സമയങ്ങളിലാണെങ്കിലും നമുക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂറിനേറ്റ് ചെയ്യുമ്പോഴേക്കും ആ ക്ലോസറ്റിലാണെങ്കിലും ഇങ്ങനെ ക്ലോട്ട്സ് വീണ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ക്ലോട്ട്സ് നമുക്ക് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് എപ്പോഴും പീരിയഡ്സ് വരുന്ന സമയങ്ങളിലാണ്. പീരിയഡ്സ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ നമ്മുടെ പ്രഗ്നൻസി ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുമ്പോഴേക്കും അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നില്ല, ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് അങ്ങോട്ടേക്ക് വന്നില്ല, എംബ്രിയോ അവിടെ ഫോം ആയിട്ടില്ല എങ്കിൽ അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ആ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോൺ അവിടെ കുറയും. നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡ് ആവാൻ ശരീരത്തിന് സിഗ്നൽ കിട്ടും. അങ്ങനെ വരുമ്പോഴേക്കും എൻഡോമെട്രിയൽ ലൈനിങ് മൊത്തത്തിൽ അങ്ങോട്ട് ഷെഡ് ആകും. എൻഡോമെട്രിയൽ ലൈനിങ് എന്ന് പറയുന്നത് എവറി പീരിയഡ് സൈക്കിളിന്റെ ലെങ്ത്തിൽ നമുക്ക് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഷെഡ് ആവുന്നതിനോടൊപ്പം അതിന്റെ ടിഷ്യൂസും ബ്ലഡും ഒക്കെ കൂടി ആയിട്ടാണ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. ഈ ടിഷ്യൂസ് ഇങ്ങനെ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കുഞ്ഞു അവിടെ ബ്ലഡ് കട്ടകൾ നമുക്ക് അവിടെ ഫോം ചെയ്യുന്നത്. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാകുന്നത് പീരിയഡ്സ് ഉണ്ടാകുന്ന സമയങ്ങളിലാണ്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഒരിക്കലും അത്തരത്തിലുള്ള ക്ലോട്ട്സ് കാണാനായിട്ട് സാധിക്കില്ല. ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് നമുക്ക് ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ട് ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് വന്ന് നമ്മുടെ ആ യൂട്രസിന്റെ ലൈനിങ്ങിന്, നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിന് അത് പറ്റുന്ന ഒരു എൻവയോൺമെന്റ് അത് കണ്ടെത്തി അവിടെ അത് അറ്റാച്ച് ആകുന്ന സമയത്താണ് നമുക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാവുന്നത്. ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകുന്നത് അത് ചെറിയൊരു ഭാഗം അവിടെ മാറ്റിയിട്ട് അതിന് പറ്റുന്ന ഒരു എൻവയോൺമെന്റിലോട്ട് അവിടെ അറ്റാച്ച് ആകുമ്പോഴാണ്. അപ്പൊ അത്രയും ഭാഗത്തെ ടിഷ്യൂസ് ആയിരിക്കും അവിടെ നിന്ന് റിമൂവ് ആയി പോകുന്നത്. അതൊരിക്കലും നമുക്ക് ക്ലോട്ട്സോട് കൂടിയിട്ടുണ്ടാകുന്ന ഒരു ബ്ലീഡിങ് ആയിരിക്കില്ല. ചിലപ്പോൾ ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ഒരു കളറിലുള്ള ബ്ലീഡിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്, തെളിഞ്ഞ റെഡ് ആയിട്ടുള്ള കളറിലുള്ള ബ്ലീഡിംഗും ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ചിലർക്ക് ബ്രൗണിഷ് ആയിട്ടുള്ള സ്പോട്ടിംഗ് ഉണ്ടാകും. അതായത് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബ്ലഡിനോടൊപ്പം ഈ ഇംപ്ലാന്റേഷന്റെ ഈ ഒരു ബ്ലഡും കൂടി ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ ക്ലോട്ട്സ് വെച്ചിട്ടാണ്. ക്ലോട്ട്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ ഏകദേശം നിങ്ങൾ ഇംപ്ലാന്റേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിന് പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ആദ്യത്തെ ദിവസം നമുക്ക് ബ്ലീഡിങ് കുറവാണെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസം കൂടി നോക്കുക. ഇംപ്ലാന്റേഷൻ ആണോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് അടുത്ത ദിവസം കൂടി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ബ്ലീഡിങ്ങിൽ ക്ലോട്ട്സ് കാണുന്നുണ്ടെങ്കിൽ, കുഞ്ഞു രക്തക്കട്ടകൾ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് അല്ലാതെ പീരിയഡ്സ് ബ്ലീഡിംഗ് ആണ് എന്ന് തന്നെയാണ്. അടുത്തൊരു മാറ്റമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് വായിൽ ഇടയ്ക്കിടയ്ക്ക് ഉമിനീര് നിറയുന്നതാണ്. ഇവിടെ സംസാരിക്കുന്നത് ടയലിസം എന്നൊരു കണ്ടീഷനെ പറ്റിയിട്ടാണ്. നമ്മൾ അങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതിന് ശരിക്കും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ടേം എക്സസ് സലൈവ, അതായത് നമ്മുടെ വായിൽ ഉമിനീര് കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന അവസ്ഥ. നമ്മുടെ വായിൽ, എല്ലാവരുടെയും വായിൽ ഉമിനീര് ഉണ്ടാവാറുണ്ട്. പക്ഷേ പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് സലൈവയുടെ പ്രൊഡക്ഷൻ എക്സസ് ആയിരിക്കും. ശരിക്കും സയന്റിസ്റ്റുകൾ പറയുന്നത്, അതുപോലെ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത്, ഒരു 3 to 4 ലിറ്റേഴ്സ് വരെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് സലൈവ പ്രൊഡക്ഷൻ, അതായത് ഉമിനീരിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നുണ്ട് എന്നതാണ്. ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാകുമ്പോഴേക്കും, വായിലിപ്പോൾ ഉമിനീര് നമുക്ക് വരുമ്പോഴേക്കും നമ്മൾ നോർമലി അത് ഇറക്കി വിടാറാണ് ചെയ്യാറ്. പക്ഷേ
പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് സലൈവ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴേക്കും ഉമിനീര് കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് തുപ്പിക്കളയാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസീസ് കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാം. കാരണം സലൈവ കൂടുന്നുണ്ടല്ലോ, ഉമിനീര് കൂടുന്നുണ്ടല്ലോ എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. നോർമലി നമ്മൾ വർത്താനം പറയുന്ന സമയത്തൊക്കെ ഉമിനീര് അങ്ങോട്ട് പോകുന്നത് നമ്മൾ പലരും തന്നെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഏർലി പ്രഗ്നൻസി ലക്ഷണമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഇതിനെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ച് ആണ്. പ്രഗ്നന്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ്, ഈസ്ട്രജൻ ഹോർമോൺ, പ്രൊജസ്ട്രോൺ ഹോർമോൺ, HCG ഹോർമോൺ ഇങ്ങനെയുള്ള ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ പ്രഗ്നന്റ് ആകുമ്പോൾ ഇൻക്രീസ് ആകുന്നത് മൂലം നിങ്ങൾക്ക് ഈ ഒരു എക്സസ് സലൈവയുടെ കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് ഹാർട്ട് ബേൺ ആണ്. നമുക്ക് നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മളുടെ ഡൈജഷൻ, അതായത് ദഹന പ്രക്രിയ ഒന്ന് സ്ലോ ആകാറുണ്ട്. ദഹനം സ്ലോ ആകുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് മലബന്ധവും അതുപോലെ ഹാർട്ട് ബേണും, അതായത് നെഞ്ചരിച്ചിലും അതുപോലെ ബ്ലോട്ടിങ്ങും, അതായത് വയറിൽ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുക. ഇതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ഹാർട്ട് ബേൺ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് എക്സസ് സലൈവ പ്രൊഡ്യൂസ് ആവുന്നതിന് കാരണമാവുന്നു, ഉമിനീര് കൂടുതലായിട്ട് വായിൽ നിറയുന്നതിന് കാരണമാവുന്നു. മൂന്നാമത്തെ റീസൺ ആണ് നമുക്കുണ്ടാകുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന മോർണിംഗ് സിക്നസ്. ഒരുപാട് പേർക്ക് മോർണിംഗ് സിക്നസ് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ അനുഭവപ്പെടാറുണ്ട്. ചിലർ വോമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റു ചിലർക്ക് ഉണ്ടാകുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്, അത് നൗഷിയ എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. ഈ ഫീലിംഗും കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് സലൈവയുടെ പ്രൊഡക്ഷൻ ശരീരത്തിൽ കൂടുന്നതായിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്ത റീസൺ എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ആൻസൈറ്റിയാണ്. അതായത് ഇപ്പോൾ പ്രഗ്നൻസി പ്രതീക്ഷിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ലക്ഷണമൊക്കെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ആൻസൈറ്റി ഉണ്ടാകും. ഇതെന്താണ്, ക്യൂരിയസ് ആയിരിക്കും അവര്, പ്രഗ്നൻസി ആയിരിക്കോ പീരിയഡ്സ് ആയിരിക്കോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് പലരും നിൽക്കാറുണ്ട്. നോർമലി നമ്മുടെ ഒരു നേച്ചർ വെച്ചിട്ട് പലരും നാച്ചുറലി അങ്ങനെ ക്യൂരിയസ് ആകാറുണ്ട്. കാരണം ഓവുലേഷൻ കഴിഞ്ഞിട്ട് ലക്ഷണങ്ങൾ കാണുമ്പോൾ പീരിയഡ്സ് ആണോ പ്രഗ്നൻസി ആണോ എന്ന്. പക്ഷെ മറ്റു ചില ആളുകളുണ്ട് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിച്ചാലും ശരീരം അതിന് അനുവദിക്കാത്തവരെ. കാരണം ഓൾറെഡി നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിൽ മൂഡ് സിങ്സ് ഉണ്ടാകും, അതുപോലെ ഹോർമോണൽ ഷിഫ്റ്റും ഉണ്ടാകും. ഇങ്ങനെ സംഭവിക്കുമ്പോഴേക്കും ഒരുപാട് പേർക്ക് ആൻസൈറ്റി അവർ പോലും അറിയാതെ ക്രിയേറ്റ് ആവുന്നുണ്ടാകും. കാരണം ഒരുപാട് പേര് വീഡിയോസിലൊക്കെ കണ്ടിട്ട് സ്ട്രെസ്ഡ് ആവരുത്, സ്ട്രെസ്ഡ് ആയിക്കഴിഞ്ഞാൽ അത് ഇംപ്ലാന്റേഷനെ ബാധിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് സ്വയം കൺട്രോൾ ചെയ്ത് ഒരുപാട് നിൽക്കുന്നവരുണ്ടാകും. പക്ഷെ അവരിൽ പ്രഗ്നൻസി ആകുമ്പോഴും ആൻസൈറ്റിയും സ്ട്രെസ്സും ഒന്ന് കൂടാറുണ്ട്, പെട്ടെന്നുള്ള ഹോർമോൺ ചേഞ്ചസും ഉണ്ട്. അങ്ങനെ ആൻസൈറ്റി കൂടുതലുള്ളവർക്കുമൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട്, അതായത് നമ്മുടെ വായിൽ ഉമിനീര് വർദ്ധിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് കേട്ടോ. നോർമലി നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴേക്കും നമുക്ക് വായിൽ ഉമിനീര് ഉണ്ടാവുന്നത് എന്തെങ്കിലും ഒരു ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു ടേസ്റ്റ് കൊണ്ട്, അച്ചാറുകൾ, പുളിയുള്ള ഭക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വായിൽ ഉമിനീര് വരുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ നിങ്ങൾ കൂടുതലായിട്ട് പ്രഗ്നൻസി സിംറ്റം ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട. എന്നാൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും കാണാതെ തന്നെ നമുക്ക് റെക്കറന്റ് ആയിട്ട്, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ തന്നെ ഈ ഒരു സിംറ്റം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വായിൽ ഉമിനീര് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പ്രഗ്നൻസി ആയതിന്റെ കൂടി ഒരു സൂചനയാവാനായിട്ട് ചാൻസ് ഉണ്ട്. അത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.